ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഉച്ചയുടെ സമയത്തും മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഇങ്ങനെ പറയുവാൻ കാരണമാക്കിയിരിക്കുന്നത് കർത്താവിന്റെ വരവിന്റെ അടുത്തിരിക്കുന്ന ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതിൽ എത്തിക്കാൻ മുഖാന്തരമാക്കിയിരിക്കുന്നത്. ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗപദ്ധതിക്കുമായി സന്തോഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു കാലത്ത് ഇതുപോലെ പരസ്യമായ നിന്ദേശത്തിൽ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കിയും നിന്ദിക്കുകയും കല്ലെറിയും ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമാണ് എന്നും ഞങ്ങളായിരിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും വലുതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ എതിർത്ത് നൽകുന്ന ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ 20 വയസ്സിൽ രോഗം പിടിപെടുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ നേശയിലേക്ക് എത്തിക്കാൻ മുഖാന്തരമാക്കി 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യത്തിന് ഫലമായി യേശു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനാണെന്ന സത്യമായ സന്ദേശത്തെയാണ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും വെടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയ ജീവിതം നൽകുവാനാണെന്ന് യേശു പറഞ്ഞു. സമൃദ്ധിയ ജീവിതം ഈ ഭൂമിയിൽ നാം ജീവിച്ചു നിൽക്കുന്നതല്ല. സമൃദ്ധിയ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം ഈ ഭൂമി ജീവിച്ചു തീർക്കുമ്പോൾ അത് സമൃദ്ധിയ ജീവിതവും അതിന് മുന്നേ മരിച്ചുപോയി കഴിഞ്ഞാൽ സമൃദ്ധി എല്ലാ ജീവിതമായി തീരുകയല്ല ചെയ്യുക. ദൈവത്തോടെ കൂടെ നിത്യമായ 2ാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ 2ാം മരണവും മനുഷ്യൻ മുന്നിൽ കാത്തു വെച്ചിരിക്കുന്നതിനാൽ ആ 2ാം മരണത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങളുടെ കാതിൽ എത്തിക്കാൻ അനേകർ ദൈവം ഉപയോഗിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് നമ്മളെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. വയനാട് ദേശത്തിൽ ഉരുൾപൊട്ടൽ മൂലം അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് പലതും സമീപിച്ചുകൊണ്ട് കാത്തിരുന്നെങ്കിലും ഒരു രാത്രി സകലം നഷ്ടപ്പെട്ടു പോയ കാഴ്ചയാണ് നമ്മളെല്ലാം കാണേണ്ടി വന്നത്. അപ്പോൾ മരണം എന്നത് ഏത് നിമിഷമാണ് കടന്നു വരിക എന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നതല്ല. മനുഷ്യൻ നിൽക്കുന്ന നിപ്പിലാണ് ഇപ്പോൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം മരണത്തിന്റെ ആ വരവ് കൂടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മരണം എന്നതിനപ്പുറമായി വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒന്നാണ്, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യൻ മുന്നിൽ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ മരണം കൊണ്ട് തീർന്നു പോകുന്നതല്ല മനുഷ്യന്റെ ജീവിതം എന്നുള്ള അറിയിപ്പാണ് അതുപോലുള്ള സന്ദേശം നിങ്ങളുടെ കാതിലെത്തിക്കുന്നത്. അപ്പൊ മരണം ഒരു മനുഷ്യന്റെ അവസാനമല്ല, ഒരു ന്യായവിധി മുന്നിൽ കിടക്കുകയാണ്. അത് എല്ലാ മനുഷ്യർക്കും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ന്യായവിധി. പലരുടെയും ചിന്തയാണ് മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. പല ആത്മഹത്യകളും പല മരണങ്ങളും അങ്ങനെ ഒരു ചിന്തയാണ് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനിടയാക്കുന്നത്. അപ്പൊ മരണം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടെല്ലാം വലിയ ശിക്ഷാവിധിയിലേക്കാണ് ചെന്ന് എത്തുക എന്നുള്ളത് മനുഷ്യർ അറിയാതിരിക്കരുത്. ഞങ്ങളെല്ലാം ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കലാണ് ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തിക്കൊണ്ട് പോയൊരു ജീവിതം ഉണ്ടായിരുന്നു. ആരാനും വെറുക്കപ്പെട്ടു പോയൊരു ജീവിതം ഉണ്ടായിരുന്നു. പോലീസുകാർക്കും SS-കാർക്കും സ്വന്തക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ തലവേദനമായ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരൊന്ന് മരിച്ചുപോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെല്ലാവരും ഉപാധിപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ഇതുപോലെ വഴിയോരങ്ങൾ തെരുവോരങ്ങളിൽ വിളിച്ചറിയിക്കുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഖംകാലും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായ ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ
പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയെ ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക? അന്നദാനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. എന്നാൽ പാപമോചനം വീണ്ടെടുപ്പും അത് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അവന്റെ രക്തം സകല പാപങ്ങൾക്ക് നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യമായ സന്ദേശമാണ് ഈ ഉച്ചയുടെ സമയത്തും നേരെ കാതുകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പാപികളെ ഒരു കാരണമായത്? ആദ്യ മനുഷ്യനായ ആദാം മനസ്സിലേക്ക് ഒരു കാലത്ത് നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവ കൽപ്പനകൾ, പ്രമാണങ്ങൾ, യാഗങ്ങൾ നൽകിയെങ്കിലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പിന്നെ അകന്നു പോകാനിട വന്നു. അകന്നു പോയ മനുഷ്യനെ തേടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാൻ കാരണമായത്. അപ്പൊ പാപത്തിൽ നിന്നും പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ അകന്നു പോയപ്പോൾ പാപം ചെയ്ത മനുഷ്യനെ ഇനിയും ദൈവത്തോട് ചേർത്ത് കൊണ്ടുവരാൻ തക്കവണ്ണം സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തരികയും അതുപോലെ കാൽവരി കൃഷി യാഗമാകുകയും, എന്നാൽ കല്ലറകളെ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയിരിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ വരവരച്ചിരിക്കുന്ന ആസന്ന വേളയിൽ തന്നിരിക്കുന്ന ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ഈ കേൾക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ എന്നോടുള്ള സന്ദേശമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പാപത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യമായ ഒരു ജീവനിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ ഉറക്കമുള്ളതാക്കുവാൻ ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. വിശുദ്ധ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. അപ്പൊ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും പലതും നേടുമ്പോഴും പലതിന്റെ പിന്നാലെ ഓടുമ്പോഴും ഇതെല്ലാം നേടുമ്പോഴും നമ്മുടെ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്നുള്ള ഉറപ്പ് നാം കരസ്ഥമാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമാണ്. മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി മനുഷ്യൻ ഇവിടെ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്. പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടുമ്പോഴും അതൊന്നും മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കാൻ കഴിയുന്നല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം കിട്ടുമെന്ന് വിശുദ്ധ വേദപുസ്തകമായി പറയുന്നു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശുദ്ധ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ജീവപുസ്തകത്തിൽ കാണുന്ന ഏവനെയും തീപ്പൊയ്യെ തള്ളിയെടുപ്പെടുമെന്ന് വചനം പറയുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നമ്മളായിരിക്കുന്ന കുടുംബത്തിലെ മഹിമ കൊണ്ടൊന്നും ജീവപുസ്തകത്തിൽ കാണുകയില്ല. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനം അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന വ്യക്തിയുടെ പേരായിരിക്കും ജീവപുസ്തകത്തിൽ കാണുകയുള്ളൂ. അല്ലാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയ്യിൽ ചെന്നെത്തുക. ഒരിക്കൽ അവിശ്വാസികൾ, അർഹപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്ധക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പറഞ്ഞ ഏവർക്കുള്ള ഓഹരിയാണ് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. ഞാൻ വിളിച്ചു പറഞ്ഞ വേദഭാഗത്ത് നിങ്ങളുടെ പേരുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും രണ്ടാം മരണമായ തീപ്പൊയ്യിൽ ചെന്നെത്തുക. ആയതിനാൽ മടങ്ങി വരുക, യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരുക. നിത്യമായ ഒരു ജീവിതം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ജീവനിലേക്ക് കടന്നു പറയാൻ തക്കവണ്ണം ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ,